ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് കേട്ടോ. വായിന്ന് വെള്ളം വന്നിട്ട് വയ്യ, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. വൈകിട്ട് 4 മണിക്കൊപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ല സൂപ്പറായിട്ട് പോകുന്ന ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ, ഒരു 3-4 ചുവന്നുള്ളിയാണ്. അതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എരിവിനനുസരിച്ച്. ഇപ്പം ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം 2 മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ 2 മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മുട്ട വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകരുത്, കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം നിൽക്കണം. ഈ സമയത്ത് വേണം നമുക്ക് നമ്മുടെ അവൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടാവിലാണ് കേട്ടോ, വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത്. അങ്ങനെ മട്ടാവിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അവൽ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ മുട്ടയുടെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് എത്തിയതിന് ശേഷം ഒരു 1/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് വെക്കുന്നത്. ആ ഒരു മോയ്സ്ചർ നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിനകത്തോട്ട് പാല് ചേർക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തേ ഇല്ല. ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കൂട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയല്ല. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത്രയേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അവർ കൊണ്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.